كيف حالك؟ كويس؟ مية مية. كل عام والسعودية بخير. تيجي هاي؟ يا كي حال هاي؟ مية مية. ഈ സ്ഥലം കണ്ടോ? ഈ സ്ഥലം ഇവിടെയാണ് CR7 കിക്ക് പവർ ചാലഞ്ച് നടന്ന സ്ഥലം. സൗദിയിലെ റിയാദിൽ വെച്ചിട്ടാണ്. ഇതാ ഇവിടെ ബൗൾയാർഡിലെ എൻട്രൻസിൽ കാണാൻ പറ്റും നമുക്ക്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് സൗദിയുടെ ക്യാപിറ്റലായ റിയാദ് സിറ്റിയിലാണ് നിൽക്കുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് എൻ്റെ കസിനോട് ഒരു കാര്യം പറഞ്ഞത്, ഒരു സ്ഥലത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വന്ന് ഷൂട്ട് ഔട്ട് നടത്തിയ സ്ഥലമാണ് ഇത്ര. അപ്പോൾ ആ സ്ഥലം ഏതാണെന്ന് അറിയാൻ എല്ലാവർക്കും തിടുക്കണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്കിനി സമയം ഒട്ടും വഴിക്കണ്ട, വേഗം പോയി നോക്കാം അല്ലേ? ഓക്കെ. നമ്മുടെ ഈ ട്രിപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്പെഷ്യലാണ്. കാരണം നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ കസിൻസ് എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ കസിനാണ് ഇവന് ഞാൻ വ്ളോഗ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് സൺറൂഫ് തുറന്നേരാണ് ഇവന്. സൗദിയിലെത്തിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ സൺറൂഫിൽ നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇവിടുത്തെ വ്യൂ ഭയങ്കര രസമാണ് ഇങ്ങനെ നിൽക്കാൻ. ചുറ്റും നോക്കി നല്ല തിരക്കാണ്, പക്ഷെ ഇവിടുത്തെ കാലാവസ്ഥ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട്. നല്ല തണുപ്പുള്ള ക്ലൈമറ്റാണ് ഇപ്പോൾ. ആർക്കും മനസ്സിലായില്ലല്ലോ ഇപ്പൊ എന്താ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കാറ്റ് കൊള്ളുകയാണ്. അപ്പോഴാണ് ചെങ്ങായി അടീക്കിനെ പിടിച്ച് വലിക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് എനിക്ക് നിക്കാൻ പറ്റാത്തത്. ഇങ്ങനെ താഴെ കുറെ എണ്ണം ഉണ്ടാവുമ്പോഴേ നിൽക്കാൻ കുറച്ച് പ്രയാസമാണ്. ഗൈസ്, നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? ഈ ചെങ്ങായി ഇത്രയും നേരം ഫോൺ കളിച്ചിരിക്കുന്നു അവിടെ. ഞാൻ ഒന്ന് കയറിയപ്പോ എനിക്ക് കയറണം. കുറച്ചേരൊക്കെ നിർത്തി, പിന്നെ നൈസിൽ പിടിച്ച് വിൻഡോ സീറ്റുമ്പോൾ കെട്ടി. അല്ല പിന്നെ ഇപ്പൊ എൻ്റെ മെയിൻ പണി എന്താ പറയുക, എല്ലാ വണ്ടിക്കും കൈ കാണിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് സൗദിയുടെ ഫൗണ്ടേഷൻ ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫുൾ തിരക്കാണ്. റിയാദ് പറഞ്ഞ മെയിൻ ക്യാപിറ്റൽ സിറ്റി മുഴുവൻ തിരക്കിലാണ്. എല്ലാവരും തിരക്കിലാണ്. ഇതാ ഇവിടെ നമുക്ക് കുറേ ഫ്ലാഗൊക്കെ കാണാൻ പറ്റും. കണ്ടോ, ഈ റോഡ് സൈഡ് മൊത്തമല്ലേ ഇവർ ഈ സൗദിയുടെ ഫ്ലാഗ് കൊണ്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ തന്നെ റിയാദിൻ്റെ ക്യാപിറ്റലിൽ നിന്നുള്ള കാഴ്ച എന്താ ഈ കാണുന്നത്. ഒരു വെള്ളത്തിൻ്റെ ഫൗണ്ടെയിൻ ഇങ്ങനെ ഇതുണ്ടോ ഒരുക്കി വെച്ചിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട്. നമ്മളിപ്പോൾ പോകുന്നത് ബോളിയാർഡ് എന്നുള്ളൊരു സ്ഥലത്തേക്കാണ്. സൗദിയുടെ ന്യൂയോർക്ക് സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. കാരണമൊക്കെ ഞാൻ പിന്നെ പറയാം. നിങ്ങൾ ഈ സ്ഥലത്ത് എത്തിയാൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമായി തോന്നില്ല, അത് ഞാൻ ഉറപ്പ് പറയാം. അങ്ങനെ പോണ വഴിക്കാണ് കുറെ പാലങ്ങൾ റാൻഡം ആയിട്ട് ക്രോസ് ചെയ്യുന്നത് കാണുന്നത്. അപ്പൊ ഇതിനെ പ്രാന്തം പാലം എത്ര വിളിക്കുക, ഈ പാലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റാൻഡമായി ക്രോസ് ചെയ്യുന്നുണ്ടാവാം. ഇത്ര നേരം ഇവിടെ നല്ല തിരക്കായിരുന്നു, ഇപ്പോൾ തിരക്ക് കുറഞ്ഞത് കേട്ടോ. എന്തായാലും ഒരു 3/4 മണിക്കൂർ യാത്രയുണ്ട്. അങ്ങോട്ട് നോക്കി നേരെ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു കാറുണ്ടോ, അവിടെ ഫ്ലാഗ് പുറത്തിട്ട് വണ്ടി ഓടിക്കുന്നുണ്ടോ. അങ്ങനത്തെ കുറേ കാറുകൾ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ശരിക്കും ഇത് സൗദിയിലെ അലോഡ് അല്ല, പക്ഷെ ഇന്ന് ഫൗണ്ടേഷൻ ഡേ ആയതിന്റെ സ്പെഷ്യൽ പ്രമാണിച്ച് ഒരു ഇളവ് കൊടുത്തതാണ്. നമ്മുടെ ലെഫ്റ്റിക്ക് നോക്കി നമ്മളെ ക്രോസ് ചെയ്തിട്ട് ഒരു ഡെലിവറി ബോയ് പോകാൻ പറ്റും. എന്ത് കഷ്ടപ്പാടാണ് ഈ തണുപ്പത്ത് ഡെലിവറി, അതും ബൈക്കുമ്മ. പാവം ചങ്ങായി. ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി ആണ് ഈ കാണുന്നത്, EL എന്ന പേര്. ഫുഡിലത്തെ തണുപ്പാണ് കേട്ടോ, അതാണ് ഈ കൈ പറക്കുന്നത്. നേഴ്സിങ്ങും BDS ഡെന്റിസ്റ്റും ഒക്കെ ഉണ്ട് ഇവിടെ. ഇത് 100-110 കിലോമീറ്റർ സ്പീഡിൽ പോകേണ്ട ഹൈവേ ആണ്. പക്ഷെ ഇവിടെ ഈ തിരക്ക് കാരണം 30-40ന്റെ മുകളിൽ ഞങ്ങൾ പോയിട്ടേ ഇല്ല. നല്ല തണുപ്പായോണ്ട് തണുത്ത കാറ്റടിച്ചിട്ട് വർത്താൻ തന്നെ പറഞ്ഞ് ശരിയാവില്ല. ആ റൈറ്റ് സൈഡിലുണ്ടോ റെഡ് കളറിൽ, അതാണ് ഡങ്കിൻ ഡോണറ്റ്. ആ ഡോണറ്റ് ഫിലിപ്പിനോസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നമുക്കാണ് അത്ര ഇഷ്ടപ്പെടാത്തുള്ളൂ. റിയാദ് സിറ്റിയിലെ ലക്ഷൂറിയസ് ഹോട്ടലായിട്ട് കാണുന്നത് 30,000 പെർ നൈറ്റ് ആണ്. പിന്നെ നിങ്ങൾ ആ ദൂരൊക്കെ നോക്കി സ്പേസ്ഷിപ്പിന്റെ രൂപത്തിലൊരു സാധനം കാണില്ലേ, അതാണ് മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ, അതായത് റിയാദിലെ ആഭ്യന്തര മന്ത്രാലയം. ഇവിടുത്തെ വഴിയെ കുറിച്ച് വല്ല പരിചയമൊന്നുമില്ല, പക്ഷെ ഇവിടെ നേരെ ഒരു 800 കിലോമീറ്റർ പോയാൽ മക്കയിലേക്ക് എത്താൻ പറ്റും. ഇവിടുത്തെ അതിൻ്റെ ബോർഡ് കാണുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ബോളിയാർഡ് വേൾഡിൽ പോണ വഴി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. കാരണം അവിടെ പോയാൽ പ്രൈസ് നമ്മളെ കയ്യിൽ ഒതുങ്ങുന്നതേ ആവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബർഗറൈസർ എന്നുള്ള ഷോപ്പ് കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. ഓട്ടോമാറ്റിക് ഡോർ ഇല്ല, അതുകൊണ്ട് ഞാൻ തന്നെ തുറക്കണം. ഞാൻ ഒന്ന് കഴിച്ചിട്ട് പറയാം. ഓക്കെ, ബീഫുണ്ടോ? കേട്ടോ ജ്യൂസ് ഇതിൻ്റെ കൂടെ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചു. നല്ല കഴിപ്പാണ്.
കാരണം ഇപ്പോൾ ഇവിടെ സൗദിയിലെ കുറച്ച് നാളായിട്ട് ഷുഗറൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ ജ്യൂസിനും ഷുഗർ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് നല്ല ഫ്രഷ് ജ്യൂസാണ്, അതുകൊണ്ട് തന്നെ നല്ല കയ്പ്പാണ്. മേടിക്കുമ്പോൾ ആപ്പിൾ ട്രൈ ചെയ്ത് നോക്കാം. അൽ റാബി എന്നുള്ള ബ്രാൻഡാണ്. പക്ഷേ ആപ്പിൾ ടേസ്റ്റ് ഉണ്ട്. ഇതാണ് ബോളിയാട് സിറ്റി. നമുക്കിപ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റ് ഫീസ് ഇല്ല എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറാം. അങ്ങനെ നമ്മൾ എൻട്രി ചെയ്ത് കയറിയപ്പോൾ എന്താ വലിയൊരു വേൾഡ് കാണാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ. ഈ സ്ഥലം കണ്ടോ? ഈ സ്ഥലം ഇവിടെയാണ് CR7 കിക്ക് പവർ ചാലഞ്ച് നടന്ന സ്ഥലം. സൗദിയിലെ റിയാദിൽ വെച്ചിട്ടാണ്. ഇവിടെ ബൗളിയാട്ടിലെ എൻട്രൻസിൽ കാണാൻ പറ്റും നമുക്ക് CR7 കിക്ക് പവർ നടന്ന സ്ഥലം കണ്ടോ? ഇവിടെയാണ് വെച്ച് നടന്നത് ആ പവർ ചാലഞ്ച് ഉണ്ടാവില്ല. അത് വാ, നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറി കാണാം. ഓക്കെ, ഈ കാണുന്നതാണ് ബോളിവുഡ് സിറ്റി. എന്ത് രസാലേ, അമേരിക്കയിലെ ടൗൺ സ്ക്വയർ കാണുന്ന അതേപോലെ ഉണ്ട്. ശരിക്കും ഞാൻ ടൗൺ സ്ക്വയർ കണ്ടിട്ടില്ല, ഗൂഗിളിൽ ഫോട്ടോ നോക്കിയപ്പോ ഏകദേശം കണ്ടു. അപ്പൊ ഇതേപോലെ തന്നെയാണ്. സെയിമാ. അമ്മനുവിന് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമായിട്ടോ. കണ്ടോ, അവിടെ ഒതുങ്ങിയുണ്ട്, അത് ആസ്വദിച്ചിരിക്കുന്നത് കണ്ടോ. നമ്മൾ അറബികളെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ്. അത് കുറച്ചുകൂടി ഫ്രണ്ടിൽ പോയാൽ വേറെ കുറെ കാര്യങ്ങൾ കാണാണ്ട്. ഞാനിപ്പോ ഇരിക്കുന്നത് ഒരു ഫൗണ്ടൈന് മുമ്പിലാണ്. ഈ ഫൗണ്ടൈന് ചുറ്റും കുറെ ലൈറ്റ് ഷോസ് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇത് കണ്ടില്ലേ, മുകളിലേക്ക് വന്നിട്ട് എല്ലാ ലൈറ്റും മുകളിലേക്ക് വന്ന് ഫോക്കസ് ചെയ്തത് ആ സാധനം. അടുത്തായിട്ട് നമ്മൾ ഈ ഫൗണ്ടൈൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കണം. അത് നടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ട കുറേ ഷോപ്പുകൾ. ലെഫ്റ്റ് സൈഡിലല്ല, ഈ റൗണ്ട് ബോട്ട് മൊത്തം ഷോപ്പുകളാണ്. അങ്ങനെ നടന്നിട്ട് നമ്മൾ എക്സിറ്റ് എത്തിയപ്പോൾ ഒരു കിടിലൻ സാധനം ഉണ്ടായത്. ഹലോ كيف حالك؟ كويس 100 كل عام والسعودية بخير. تيجي هي يا كي حال هي 100. ഓക്കെ, താങ്ക് യു شكرا. ഓക്കെ, ഞങ്ങളാകെ ഇല്ലാണ്ടായി. ഒരാള് ബാക്കിലൊന്നും ചോദിച്ചു. ഞാൻ വിചാരിച്ചു മറ്റേ വീഡിയോ എടുക്കുന്ന വല്ല പ്രശ്നമാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ആളൊന്ന് വർത്താനം പറഞ്ഞ് പോയി. വീട്ടിൽ നിൽക്കുന്ന ആള് പെടാന്. ഇനി നമ്മൾ കയറാൻ പോകുന്നത് ബോളിയാട് സ്റ്റുഡിയോയിലേക്കാണ്. ഈ കാണുന്നതാണ് എൻട്രൻസ്. ബോളിയാട് സ്റ്റുഡിയോസിന്റെ എൻട്രൻസിന്റെ റൈറ്റിലും ലെഫ്റ്റിലും നമുക്ക് 2 വാള് കാണാൻ പറ്റും. പോപ്പുലർ ആയിട്ടുള്ള കുറെ ആൾക്കാരുടെ പാം പ്രിന്റ് ഇവിടെ കാണാൻ പറ്റും. പാം പ്രിന്റ് പറഞ്ഞാൽ കൈമുദ്ര. യൂസഫ് അൽ ജറ സൂപ്പർ സ്റ്റാർ മിസ്റ്റർ സലാം അൽ ഹിന്ദി. ഹിന്ദി ആണല്ലോ, ഹിന്ദിക്കാരൻ. ഇവിടെ നമുക്ക് സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാന്റെ കാണാൻ. നമുക്കിനി ബോളിവുഡ് സ്റ്റുഡിയോസിന്റെ ഉള്ളിൽ കയറി വെക്കാം. ഇവിടെ ബാർബി വേൾഡ്, പിന്നെ ഫ്രെഡീസ് ആണ്, എന്തൊക്കെയുണ്ട്, നമുക്ക് കയറി വെക്കാം. അയ്യോ, ഇവിടെ 45 കൊടുക്കണം പറഞ്ഞ് നമുക്ക് ഭയങ്കര ലെക്കാണ് കേട്ടോ. ശരിക്കും ഇവിടെ കയറാൻ 45 റിയാൽ കൊടുക്കണം, അതായത് 1000 റുപ്പീസിന് അടുത്ത് കൊടുക്കണം. പക്ഷെ ഇപ്പൊ നമുക്ക് ഫ്രീ ആണ്. ഇയാളാരാ? ആരാണ് ഫ്രീ? ഇവിടെ നോക്കിയ ഒരു സീൻസ് ആണ് കാണാൻ പറ്റും. ബോളിവുഡ് സ്റ്റുഡിയോസിന്റെ മിഡിലില് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കുറച്ച് പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മുടെ സ്വന്തം ക്രിസ്ത്യാനോ റൊണാൾഡോ ജൂനിയറിന്റെ CR7 ജൂനിയറിന്റെ പിക്കാണത്. ശ്രദ്ധിച്ചു നോക്കി, ഒരു സീൻസ് ആണ് കേൾക്കാൻ പറ്റും. പണ്ടാറ സീന് WWE ഇല്ലേ, അതൊക്കെ സലാം പറയണേ. കേട്ടിട്ടൊക്കെ ചെറിയ ചത്തിയാന്. ഇനി അങ്ങോട്ട് മുഴുവൻ ഈ സ്ട്രീറ്റ് മൊത്തം ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട്. മറ്റേ നമ്മുടെ നാട്ടിൽ പൂരം വന്നാൽ ചെയ്യൂലേ, ഇവിടെ നിന്ന് എറിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് വീണാൽ ആ സാധനം നമുക്ക് എടുക്കാം അങ്ങനെ. പക്ഷെ അതൊന്നുകൂടി ഹൈടെക് ആണ്. ഇവിടെ ഐഫോണും മറ്റേതും അങ്ങനെ ഒരു ചങ്ങായിക്ക് ഐഫോൺ കിട്ടും ചെയ്തു. ഇവിടെ ഞാൻ കാണിച്ചു തരാം. നാട്ടിലാണെങ്കിൽ ബൂസ്റ്റോ
ഹോർലിക്സും പിന്നെ സോപ്പും കപ്പൊക്കെ അല്ലേ വെക്കുക. ഇവിടെ ഭയങ്കര റിച്ചാണ് സാധനം വെക്കണമൊക്കെ, നല്ല ക്വാളിറ്റി ഐറ്റംസാണ് വെക്കുന്നതും. 30 റിയാലിന് ഒരു ബോള്, 50 റിയാലിന് മറ്റൊരു ബോള്, സ്മാള് മീഡിയം എന്ന് പറഞ്ഞിട്ട്. കിട്ടിയ ലോട്ടറി ഇല്ലെങ്കിൽ പിന്നെ നല്ല പ്രൈസും കേട്ടോ ഓരോന്ന് കളിക്കാനും. ഇതിൽ ഏത് കളിക്കാനാണെങ്കിലും മിനിമം ഒരു 30 റിയാല് മിനിമം വേണം. അതായത് നാട്ടിൽ 600 രൂപ അടുത്ത് വേണം. അപ്പൊ ഞാൻ അങ്ങനെ പോകുമ്പോൾ ഒരു അറബികൾ ഇവിടെ അങ്ങനെ ഭയങ്കര എന്റർടൈൻമെന്റിലാണ്. അവര് ക്യാഷ് ചെലവാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം നോക്കി നടക്കണല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു ചങ്ങാനാണ് കേട്ടോ. ചങ്ങായിക്ക് ഇല്ലാന്നൊന്നും അറിയില്ല, പാവം കുറെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ട് ഇതിന് ശേഷം ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ്ട് സ്ട്രീറ്റിൽ കൂടെ. അപ്പോഴാണ് റെയിൽ പാതല്ലേ, അതായത് റെയിൽവേ ട്രാക്ക് പോലെ കാണാൻ പറ്റി. ഇതിന്റെ ട്രെയിൻ ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് മറ്റേ ഐഫോണിന്റെ കഥ. നോക്ക്, ഐഫോണോ അവിടെ ദൂരെ നിൽക്കുന്നുണ്ട് ആള്, പക്ഷെ നമുക്ക് നേരെ ക്ലിയർ ആയി കാണാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ കുറച്ചുകൂടി നോക്കുമ്പോൾ മോനെ കിട്ടില്ല ഫുട്ബോൾ. അതും എത്ര വലിപ്പാച്ച് 2-3 ആൾക്കാരെ ഹൈറ്റില്, അത്രയും ഹൈറ്റ് ഉണ്ട് ആ ഫുട്ബോളിന്. കണ്ടോ ഈ അറബിനെ ബോളും കമ്പയർ ചെയ്ത് നോക്കുക, അത്രയും വലിയ സാധനം. ടോയ് ഫെസ്റ്റ് ഉണ്ടോ നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റുന്നത്. അവിടെ വലിയ ഫ്ലെക്സിലുണ്ടോ. ഞാൻ ഏരിയ മൊത്തം ടോയ്സിന്റെ ഏരിയയാണ്. ഇവിടെയും നമ്മൾ മുമ്പ് കണ്ട പോലത്തെ സെയിം ഐറ്റമാണ്, പക്ഷെ ഇവിടെ ടോയ്സ് മാത്രമേ ഗിഫ്റ്റ് ആയി കൊടുക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ ഈ ബാസ്കറ്റ് ബോളൊക്കെ കണ്ടില്ലേ, ഇവിടെ അതേപോലത്തെ. ടാസ്കാണ് ശരിക്കും ടാസ്കാണ്. 2 മിനിറ്റ് ആണ്. അത് കുറച്ച് പാടാണ്. പക്ഷെ 2 മിനിറ്റ് നിന്ന ഈ വലിയ ടോയ്സ് കൊണ്ട് നമുക്ക് വീട്ടിൽ പോവാം. ബോളിവാർഡിൽ കൂടെ പോകുന്ന ട്രെയിനാണിത്. ഇതിൽ നമുക്ക് ഫ്രീ ആയി കയറാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്നതാണ് ട്രെയിനിന്റെ എഞ്ചിൻ കേട്ടോ. അപ്പൊ ഇതിന് മുമ്പ് തന്നെ നമുക്ക് റെയിൽവേ ട്രാക്ക് കാണാൻ പറ്റും. ഞങ്ങളിങ്ങനെ പോയിട്ട് ഒരു അറബിനോട് ചോദിച്ചു എങ്ങനെയാണ് ഇതിന്റെ ഉള്ളിൽ കയറേണ്ടതെന്ന്. അപ്പൊ ആൾ അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചു റൈറ്റ് സൈഡിക്ക്. അങ്ങനെയാണോ? ഞങ്ങള് ഉള്ളിൽ കയറാണ്ടോ? ഞാൻ ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റ് നോക്കിയിട്ടാണ് ഇരുന്നത്. അപ്പൊ നമ്മൾ നേരെ മുമ്പിലായിട്ട് നമുക്ക് 2 സ്പോർട്സ് ഷോപ്പ് റൈറ്റിലും ലെഫ്റ്റിലും കാണാൻ പറ്റും. ഇതിന്റെ ഇടയിൽ വെച്ചിട്ട് ഞാൻ സീറ്റിൽ നിന്ന് മാറി. അപ്പൊ നമ്മൾ നേരെ മുമ്പിലുണ്ടോ, മുമ്പിൽ നോക്കുമ്പോൾ WWE മെയിൻ ബിൽഡിംഗ് കാണാൻ പറ്റും. നമുക്ക് അവിടെ കൂടി പോയി നോക്കണം കേട്ടോ. പണ്ട് ഞാൻ ഗുസ്തി വരെ കണ്ടിരുന്നതാണ്. എന്നാലും നമുക്ക് ഇനി റിയൽ ലൈഫിൽ കാണാൻ പറ്റും നോക്കാം. അതിന്റെ കാല് കാണിച്ചാ നൈക്ക് ഷൂ ആണ്. ഞാനും അഫ്രീം കൂടി പോവാൻ പോണത് എങ്ങോട്ടാ അറിയോ? നേരത്തെ നമ്മള് അസ്സലാമു അലൈക്കും ഫ്രം WWE എന്നൊക്കെ കേട്ടില്ലേ? ഇതിൽ കൂടെ ഉള്ളിൽ കയറുമ്പോഴേ പണ്ട് നമ്മൾ ടിവിയിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. അതും കൂട്ടുകാരൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണും, അപ്പുറത്തെ വീട്ടിലും ഇവിടൊക്കെ പോയിട്ട് അല്ലേ. ഇപ്പത്തെ ഒരു 20-30 വയസ്സിന് ഇടയിലുള്ളവരല്ലേ പണ്ട് കാലത്ത് ഇതിനോട് കൂടുതൽ ക്രേസ് ഉണ്ടായിരുന്നു. നമ്മളതിന് ഉള്ളിൽ കയറിയപ്പോ ഉണ്ടോ ചങ്ങായി ഭയങ്കര നമ്മളെ വെൽക്കം ചെയ്തിട്ട് നമുക്ക് ഈ ട്രോഫി കാണിച്ചു തന്നെ കുറെ വെറൈറ്റി ട്രോഫികള്. ബെൽറ്റൊക്കെ കാണുമ്പോഴേ ശരിക്കും നൊസ്റ്റടിക്കും അല്ലേ. പിന്നെ നമ്മൾ നേരെ പോണതിന്റെ ലെഫ്റ്റ് സൈഡ് ആ കാണുന്നതാണ് എൻട്രൻസ്. ഞാൻ അങ്ങോട്ട് കയറാനൊന്നുമില്ല. നമ്മൾ നേരെ മുമ്പ് കാണുന്ന ഈ പച്ച കളറിലുള്ളത് കണ്ടോ, അത് ഞാൻ വിചാരിച്ച ഒരു ബിൽഡിംഗ് ആണ്. പക്ഷെ ബിൽഡിംഗ് അല്ല, നമ്മൾ നേരത്തെ ആ വെള്ളത്തിന് ഫൗണ്ടൈൻ ചുറ്റും ഇങ്ങനെ കറങ്ങിയില്ലേ, അപ്പോൾ ഇങ്ങോട്ട് എൻട്രി ചെയ്യാനുള്ള ഒരു വഴി അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ കയറാൻ പോണ എടുക്കാറ് ടൗൺ സ്ക്വയർ നമ്പർ 1 അപ്പൊ ഞങ്ങൾക്ക് ആ കൺഫ്യൂസ്ഡ് ആയി ഉണ്ടാവും. ടൗൺ സ്ക്വയർ അല്ല ഇപ്പൊ നേരത്തെ കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷെ എനിക്കും ആ കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് എന്തായാലും ഈ ടൗൺ സ്ക്വയർ ഒന്ന് കണ്ടുനോക്കാം. അങ്ങനെ നമ്മൾ ടൗൺ സ്ക്വയർ നമ്പർ 1 ഫുള്ള് കണ്ടിറങ്ങി. അവിടെ ഡിജിറ്റൽ സ്ക്രീനൊക്കെ കാണുന്നത് നോക്കി, അങ്ങോട്ട് നോക്കി, എന്ത് രസം നോക്കി കാണാൻ.
അമ്മനൂരെ കണ്ട അപ്പോൾ അറബികൾ എന്ത് ചെയ്യും, ഒരു മീറ്റർ അപ്പുറത്തേക്ക് കിടക്കും. കാരണം എന്താ അറിയോ, അവൻ്റെ കയ്യിലുള്ള സാധനം കണ്ടോ, അതാണ് കാരണം. അവിടേക്ക് പോണ്ട, അവിടെ പോയ വെള്ളം തന്നെ ഉറപ്പാ. നമ്മളിപ്പോൾ ബോളിവുഡ് സിറ്റി കണ്ടു കഴിഞ്ഞു, സിറ്റി മുഴുവൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ ബോളിവുഡിൻ്റെ വേൾഡ് ഉണ്ട്. ആ വേൾഡാണ് ഇതിൻ്റെ ബാക്കിലായിട്ട് കാണുന്നത്. ആ കാണുന്നത് മൊത്തമല്ലേ ബോളിവുഡിൻ്റെ വേൾഡാണ്. അവിടെ ചൈന, ഇന്ത്യ, ഇറ്റലി, ഫ്രാൻസ് അങ്ങനെ പാരീസിലെ ഈഫിൽ ടവർ, അങ്ങനെ എല്ലാം അത് ഓരോ കൺട്രീനെയും റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള മോണുമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ അവിടെ പോകണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ എത്രയോ കൊടുക്കണം, പെർ ഹെഡ് 100 എന്തോ കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ്. ഈ റോപ്പ് അല്ലേ, ഈ റോപ്പ് അവിടെ നിന്നാണ് അതിൻ്റെ ഒറിജിനും. അവിടുന്ന് ഇങ്ങനെ കറങ്ങി കൊണ്ടുപോയി കണ്ടോ, ഇവിടുന്ന് അങ്ങനെ കറങ്ങിയിട്ട് തിരിച്ച് കൊണ്ടുപോയിട്ട് അവിടെ തന്നെ ആക്കും. അതാണ് അതിനുള്ള റോപ്പ് വേണം. അത് ഈ ബോളിവുഡ് സിറ്റിയിലേക്ക് ഈ റോപ്പ് അല്ല, പക്ഷേ ഇവിടേക്ക് വരുന്നവർ ബോളിവുഡ് വേൾഡ് പോയിട്ട് ഈ റോപ്പ് കയറിയാൽ നല്ല കിടിലം വ്യൂ കാണാൻ പറ്റും എന്നെൻ്റെ മനസ്സ് പറയുന്നു. കാരണം അടിയിൽ നിന്ന് ഇത്ര അടിപൊളി വ്യൂ കാണാൻ പറ്റുമെങ്കിൽ മുകളിൽ നിന്ന് എന്തായാലും ഇതിലും അടിപൊളി വ്യൂസ് കാണാൻ പറ്റും. അങ്ങനെ ഫൈനലായിട്ട് ഒരു അറബിക് ഡാൻസ് കൂടി കാണാൻ പറ്റി. വാളും ഡ്രം സെറ്റൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ അങ്ങനെ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.